ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന മനുവിനെ വിളിച്ച് സംസാരിക്കുക കേട്ടോ. വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് മനുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടേക്കാണ് വരുന്നതെന്ന് അച്ഛൻ മനുവേട്ടനോട് പറഞ്ഞിരുന്നില്ലേന്ന്. അന്നേരം മനുവേട്ടൻ പറയുന്നുണ്ട്, കുളത്തുപുഴ എന്നൊരു സ്ഥലത്താണ് കൊണ്ടുപോകുന്നതെന്ന് അങ്കിള് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അച്ഛൻ ആരോടും പറഞ്ഞിരുന്നില്ല, മനുവേട്ടനോടും പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല, പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അത് ആരാണെന്ന് മനുവേട്ടനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അത് വൈജാൻറ്റി ആഗ്രയിലുണ്ടായിരുന്ന സമയത്ത് ലവ് അഫെയർ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹമായിരുന്നെന്ന് പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ പപ്പയാണെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടനെ അറിയായിരുന്നില്ലേ, എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എന്നോടും ആരും പറഞ്ഞില്ല, ഞാനെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതാണ്, അങ്കിളിന് പോലും എന്നോട് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട്, മനുവേട്ടന് പോലും ഒരു സൂചന എനിക്ക് തന്നില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അലീന ഒന്ന് മനസ്സിലാക്കണം, ഞാനും നീയും എല്ലാം ഒരു ഞാനുമേൽ കളി കളിക്കാൻ, ഒരു സ്ഥലത്ത് പിഴവ് വന്നാൽ അടപടലം താഴെ വീഴുന്നു പറയാണ്. കടപ്പാട് ഒരു വീട്ടിലോ കൊല്ലപ്പള്ളി വീട്ടിലോ സ്റ്റാലിൻ ജോസഫ് എന്ന പേര് പറയാൻ പറ്റുമോ? ആരും ഫുള്ളല്ലാണ് അലീന മനസ്സിലാക്കണം എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, വരുന്ന വഴിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്നോട് പറയുക, സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, അതാണ് എൻ്റെ പപ്പാന്ന്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, അതാണ് കറക്റ്റ്, അങ്കിളിനറിയാം എവിടെ എന്തൊക്കെ പറയണമെന്ന്, അങ്കിൾ പോകുന്ന വഴിയാണ് ശരിയെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു ചതുരംഗ കളത്തിൽ മാറ്റുന്ന ഒരു കരു മാത്രമായി ഞാൻ എന്ന് പറയാണ്. കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് ഇപ്പോൾ കുളത്തുപുഴ വീട്ടിലേക്ക് എന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, ഇപ്പം നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആ വീട് ഇഷ്ടമായില്ലേ, നിൻ്റെ പപ്പയെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പപ്പ നല്ലതാണോ മോശമാണെന്നോ എനിക്കറിയില്ല, ഇവിടെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല, പപ്പയ്ക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഇനി അവരോട് ശണ്ട പിടിക്കേണ്ടി വരുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട, നിന്നോട് പപ്പയ്ക്ക് ഇഷ്ടമാണോ എന്ന് മാത്രം നീ ആലോചിച്ചാൽ മതി എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല മനുവേട്ട, ഇവിടെ മൊത്തം ഒരു പട്ടാള സ്റ്റൈലാണ്, ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് ഹലോ അലീന എന്ന് പറയാണ് ഉണ്ടായത്, പക്ഷേ എനിക്കാണെങ്കിൽ കൈ പൊങ്ങിയില്ല എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അത് നിൻ്റെ അച്ഛനാണെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമല്ല മനുവേട്ട, ഈ സ്റ്റാലിൻ പപ്പ എന്നെ കടപ്പാട്ടൂർ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് മനുവേട്ടനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇല്ല, എന്നോട് അത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. നീയും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനും അറിഞ്ഞിട്ടില്ല, അച്ഛൻ എന്നോട് ഒരു ക്ലയൻ്റാണെന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തത്, ഞാൻ മുന്നിലോട്ട് ചെന്നപ്പോൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടായിരുന്നത്, അന്നേരം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ മുന്നിൽ നിന്ന് മകളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ശരിയാണോ എന്നൊക്കെ, ഞാനൊരു പൊട്ടത്തി, എന്നെ ആരും പറഞ്ഞു തന്നില്ല, എനിക്ക് അച്ഛനാണെന്ന് എൻ്റെ പപ്പയാണെന്ന് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛൻ കുളത്തുപുഴ വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം മകളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാ, സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, വീട്ടിൽ കയറ്റാൻ പറ്റുന്നവളാണോ എന്ന് അറിയണ്ടേ, അതുകൊണ്ട് വന്നതാണ് എന്ന് പറയാണ് അലീന. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അലീന, ആ മനുഷ്യന് ഇങ്ങനൊരു മകളുണ്ടെന്ന് പോലും അങ്കിൾ അവിടെ എത്തുന്നത് വരെ ആ മനുഷ്യനെ അറിയില്ലായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ഒരാൾ പോയിട്ട് ഇങ്ങനൊരു മകൾ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, അങ്ങനെ വന്നതായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവേട്ടനോട് സംസാരിച്ചിട്ടാകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, കടപ്പാട്ടൊരു വീട്ടിലേക്ക് വൈജാൻറ്റി പോയിട്ടുണ്ടെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എപ്പോൾ പോയി എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവിട്ടിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, അവിടെ തുടങ്ങി അങ്ങ് തുടങ്ങി എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, അവിടുത്തെ കുട്ടികളെ വിഷമിച്ചിട്ടുള്ളത്, നീ ഫോൺ വെച്ചിട്ട് അവരെ ഒന്ന് വിളിച്ച് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന പറയുന്നത്, എന്നാൽ ശരി മനുവേട്ട, ഞാൻ ഒന്ന് അവരെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് രോഹിത്താട്ടോ. രോഹിത്താണെങ്കിൽ അവിടെ പോസ്റ്റർ അടിച്ചിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അലീന വിളിക്കുന്നുണ്ടോ, അലീന ചേച്ചി വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അപ്പോഴാണ് അലീന ഫോൺ വിളിക്കുന്നുണ്ടോ. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഹലോ മോനെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ഞാനിവിടെ വെറുതെ ഇരിക്കുക, അലീന ചേച്ചിയുടെ കോളും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ത്രിസംഗ സ്വർഗത്തിൽ പെട്ട പോലെയാണെന്ന് പറയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അത് എവിടെയാ ചേച്ചി എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതൊരു വലിയ വീടാണ്, വീടെന്നൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു ബംഗ്ലാവാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അത് ആരുടെ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതൊരു പ്ലാന്ററാണ്, ഒരു റബ്ബർ തോട്ടക്കാരൻ്റെ ആണെന്ന് പറയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അവിടെയൊക്കെ റബ്ബർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല,
അന്നേരം രോഹിത് പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് പോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയണം. ആ സമയത്ത് കൃഷ്ണമോള് രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നത്, അലിനെ ചേച്ചിയാണോ എന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ആ ചേച്ചിയാണ്, എന്നാൽ വേഗം താ ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കാൻ കളിക്കുക കേട്ടോ. അന്നേരം രോഹിത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ സംസാരിക്കേണ്ട, ഞാൻ തരത്തില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് കൊടുക്കട, അവൾ പാവമല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ചെറിയ കുട്ടി, അവൾ ചെറിയ കുട്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അന്നേരം കൃഷ്ണമോള് ബബിതേനെ ഫോൺ വിളിക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് ചേച്ചി പറ, വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് നീ രേവതിക്കുട്ടിയോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവിടുന്ന് പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു, പക്ഷേ അവൾ പരിഭവിച്ച് ഇരിപ്പുണ്ട്, ചേച്ചി നേരിട്ട് വിളിക്കാഞ്ഞിട്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ആ പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറയാണ്. ആ സമയത്ത് കൃഷ്ണമോള് ബബിതേനും കൂട്ടിയിട്ട് വരിക കേട്ടോ. എന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ കളിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പറയുന്നുണ്ട് സ്പീക്കർ ഫോണിലിടുന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ 3 പേരും സംസാരിക്കുക കേട്ടോ അലീനയോട്. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ അവിടെ പണി എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അറിയില്ല ഇവിടെ എന്താ പണി, ഇത് വലിയൊരു വീട്, ബംഗ്ലാവാണ്, മേലെ 4-5 റൂമൊക്കെ ഉണ്ട്, താഴെ മേലെയായിട്ട് 10ഓളം റൂമുകളുണ്ട്, 2 ഹോള്, കുറേ ബാൽക്കണി ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ബബിത പറയുന്നുണ്ട് അതൊക്കെ വീട്, അവിടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട് ഇവിടെ ഒരു മുതലാളി ഉണ്ട്, പിന്നെ 2-3 ജോലിക്കാരും ഉണ്ട് എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് സ്ത്രീകളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് സ്ത്രീകളൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറയാം. അന്നേരം ബബിത പറയുന്നുണ്ട് അച്ഛനെയാണ് പറയേണ്ടത്, അത്രയും ദൂരം സ്ത്രീകളൊന്നും ഇല്ലാത്ത സ്ഥലത്താണോ കൊണ്ടുവിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് ചേച്ചീനെ കൊണ്ടുവിട്ടിട്ട് അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല, എവിടെയോ റൂം എടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തോ ക്ഷീണം തോന്നി, അങ്ങനെ ഹോട്ടലിൽ റൂം എടുത്തെന്ന് പറഞ്ഞു, പിന്നെ അതൊന്നല്ല കാര്യം, എന്നെ വിട്ടിട്ട് പോകാൻ ഒരു പേടി, അതുകൊണ്ടാണെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒന്നിക്കാൻ പറ്റും മക്കളെ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് വെറുതെ എന്തിനാ ചേച്ചി ആശിപ്പിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് അല്ല മോളെ, ഞാൻ കാര്യമായിട്ട് പറയുന്നത് നമുക്ക് ഒന്നിക്കാൻ കഴിയുമെന്ന് പറയാണ്. പിന്നെ മേഡം തിരിച്ചു വന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഉണ്ട്, സാമ്രാജ്യമൊക്കെ തിരിച്ചു പിടിച്ച ചക്രവർത്തി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് മേഡത്തോട് വഴക്കിനൊന്നും പോവല്ലേ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്നാൽ ശരി ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാവിലത്തെ സീനാട്ടോ. രാവിലെ ഉറങ്ങിണിട്ടിട്ട് അലീന മുറ്റത്തൂടെ നടക്കുക കേട്ടോ. മുറ്റത്തൂടെ നടക്കുന്ന സമയത്ത് അടുക്കളയിലും ആരും കാണുന്നില്ല കേട്ടോ. അങ്ങനെ മുറ്റത്തൂടെ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അതിൽ കൂടെ ഒരു സഞ്ചി എടുത്തിട്ട് വരുന്നത് കണ്ടു കേട്ടോ. ആ സ്ത്രീ അലീനോട് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുകയാണ്, ഇവിടെ ജോലിക്ക് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അല്ല, ഞാൻ ഇവിടുത്തെ ആളാണ്, ഞാൻ ഇന്നലെ വന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ചേച്ചി ആരാന്ന് ചോദിക്കുകയാണ്. അന്നേരം ചേച്ചി പറയുന്നുണ്ട് ഞാനിവിടെ അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ രാവിലെ വരാറുണ്ട്, ആൻ്റപ്പനും പൗലോസൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അലീനയോട്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാനും അതോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, 2 പേരെയും കാണുന്നില്ല എന്ന് പറയണം. അന്നേരം ചേച്ചി പറയുന്നുണ്ട് അവരെ ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട് 8 മണിയൊക്കെ ആവും, അവർ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ പണിയൊക്കെ തീർന്നിട്ട് ഞാൻ പോകുമെന്ന് പറയാണ്. എൻ്റെ ചേച്ചി അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അതിൻ്റെ പിറകെ അലീനയും പോകുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും സഹായിക്കണോ, ചായ വെച്ച് തരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ചേച്ചി പറയുന്നുണ്ട് വേണ്ട, മോക്ക് വേണമെങ്കിൽ ഞാൻ വെച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് സഞ്ചിയിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറകെ അലീനയും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഒന്ന് നിൽക്കണേ ചേച്ചി, ഈ സഞ്ചിയിൽ എന്താ, വരുന്ന സമയത്ത് ഈ സഞ്ചിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ചേച്ചി പറയുന്നുണ്ട് ഉണ്ടായിരുന്നു മോളെ, മോള് കാണാഞ്ഞിട്ടാന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഇല്ല, ചേച്ചി ചുറ്റി പിടിച്ചല്ലേ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ സഞ്ചിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ സാധനങ്ങളൊക്കെ ആട്ടോ കണ്ടിട്ടുള്ളത്. അന്നേരം ചേച്ചി പറയുന്നുണ്ട് പൗലോസ് ചേട്ടൻ, ആലപ്പ ചേട്ടനും എനിക്ക് ഇവിടുന്ന് തരാറുണ്ട് സാധനങ്ങൾ, ഭയങ്കര കഷ്ടത്തിലാണ് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം എന്ന് പറയാണ്. അങ്ങനെ ചേച്ചി സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന നേരെ പോകുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാട്ടോ. പൗലോസിനെയും ആൻ്റപ്പനെയും വിളിക്കാനാട്ടോ. എന്നിട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ ഇത്ര രാവിലെ വിളിക്കാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പ ചോദിക്കുകയാണ് മോക്ക് എന്തെങ്കിലും വേണോ, എന്തിനാ പിന്നെ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിയെണിക്കാൻ ലേറ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ, ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പൻ പറയുന്നുണ്ട് ഇല്ല, ഞങ്ങൾ ഈ സമയത്ത് തന്നെയാണ് എണീക്കാറ്, കേണൽ സാറ് ലേറ്റാവും ഉറങ്ങി എണീക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞങ്ങളും ലേറ്റാവും എന്ന് പറയാണ്.